വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. കറുത്ത കടല വെച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി ഉണ്ടാക്കി നോക്കിയാലോ? ചിക്കൻ കറി വരെ തോറ്റു പോകുന്ന രുചിയിൽ. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് പൊട്ടിക്കുക. അതിന് ശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് ഞാൻ 2 സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ലെവലുള്ള സവാളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ നെടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് പച്ചമുളകിലൊക്കെ മാറ്റം വരുത്തണേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളി നല്ല ഗോൾഡ് കളറാവുന്ന വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് അത്യാവശ്യം നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, ഗോൾഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു തക്കാളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത്. കുഞ്ഞു തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് അടിക്ക് പിടിച്ചാലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം നല്ലതായിട്ട് തക്കാളിയൊക്കെ ഉടങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇടണേ തീ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ആ കറി ഒന്നിനും കൊള്ളൂല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കണേ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് ഗരം മസാല പൗഡർ ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ്. അത് സ്ട്രോങ് കൂടിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി കടല വേവിക്കാനായിട്ട് നോക്കാം. ഞാൻ 1.5 കപ്പ് കടലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലാണ് ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് കടല അതിലോട്ട് ഇട്ട് വെക്കുക. കടല മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഉണ്ടായാൽ മതി. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ വേവിക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതി. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് ഇങ്ങനെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല എടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ മറന്നു പോയാൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ മസാല എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ ഉപ്പ്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ ഉപ്പ് കുറവായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് കടല വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ, അതായത് കടല വേവുന്നവരെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ തേങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഗോൾഡ് കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയോ ചുമന്നുള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും എല്ലാം നമ്മൾ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല ഇതിൽ ചേർക്കണമെന്ന്. അഥവാ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 3 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലൊക്കെ ഇതിലിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ചേർത്തിട്ടും ചേർക്കാതെയും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഇതാ ഗോൾഡ് കളറായിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ഗോൾഡ് കളറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ കടല വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ദാ കടലൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കടലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തോന്ന്. ഇപ്പോൾ കടലൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ കടല വെന്താൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ അരപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കടല കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ കടല ഈ അരപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. പിന്നെ കടല നമ്മൾ അരപ്പിലേക്ക് ചേർക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടുപോയാലൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതെല്ലാം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയത്തും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കറി തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ അത് അത്യാവശ്യം കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കടലക്കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, പച്ചവെള്ളമല്ല കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കടലക്കറി സെറ്റായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടലക്കറിയിലേക്ക് കാച്ചി ഒഴിക്കുന്നതൊക്കെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണല്ലേ. കടുക് താളിച്ച് ഒഴിക്കുന്നവരുണ്ടാവും, ചുമന്നുള്ളി താളിച്ച് ഒഴിക്കുന്നവരുണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കടുകാണ് കേട്ടോ കാച്ചി ഒഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ കടുക് ഇട്ടത്. നിങ്ങൾക്ക് ചുമന്നുള്ളി കാച്ചി ഒഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ, നല്ല രുചിയാണ്. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്